2016 നവംബർ 8 ഇന്ത്യ നോട്ട് നിരോധനത്തിൽ ഏർപ്പെട്ടത്. അന്ന് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ നോട്ട് 500-ന്റെ 1000-ന്റെ നോട്ടാണ് നിരോധിച്ചത്. എപ്പോഴും ആളുകൾക്ക് ഒരു ആശങ്കയാണ്, വീണ്ടും നോട്ട് നിരോധനം ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക. സത്യത്തിന് എനിക്കൊക്കെ നമ്മുടെ പൈസ ഉണ്ടായിട്ടല്ല, 1000-500 ഒക്കെ കയ്യിലിരിക്കുമ്പോൾ ഏതാണ് ഇതിൽ നിരോധിക്കുന്നതെന്ന് അറിയില്ലല്ലോ എന്നുള്ള പരി. അപ്പൊ ഈ പണക്കാരുടെയൊക്കെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോഴാണ് അന്ന് ഇതുപോലെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ജനങ്ങൾക്കുണ്ടായി. പക്ഷെ പിന്നീട് അതുമായി ആളുകൾ അങ്ങ് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അതെന്തിനാണ് സർക്കാർ കൊണ്ടുവന്നതെന്നൊക്കെ ഉള്ളത് പിന്നീട് ക്ലാരിഫൈ ചെയ്ത് തന്നപ്പോൾ ആളുകൾക്ക് അത് മനസ്സിലായി. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്ക് സമാനമായ അല്ലെങ്കിൽ ഇന്ത്യയുടെ സമാനമായ കറൻസികൾ, വ്യാജ കറൻസികൾ അടിച്ച് ഇന്ത്യയിലേക്ക് അവർ വിതരണം തുടങ്ങി, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ നോട്ട് കടത്തു തുടങ്ങി എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അന്നൊരു പക്ഷേ നോട്ട് നിരോധനം ഏർപ്പാടെങ്കിൽ വീണ്ടും ഒരു നോട്ട് നിരോധനം. അതെ, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മളത് ആ ചർച്ച കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ദുരൂഹതകൾ ഇതിൻ്റെ പിന്നിൽ നിലനിൽക്കുന്നുണ്ട്. അതെന്താണെന്ന് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് പാകിസ്ഥാൻ ആണ് അന്ന് ഈ നോട്ട് നിരോധനത്തിൻ്റെ അടിസ്ഥാന കാരണമായിട്ട് പ്രവർത്തിച്ചത്. ഫേക്ക് നോട്ടുകൾ പ്രിന്റ് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് അയക്കുന്നു, ഇവിടെ സർക്കുലേറ്റ് ചെയ്യുന്നു, ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നു, ഗവൺമെന്റിന്റെ നയപരിപാടികളെ തുരങ്കം വെക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ. ആ സമയത്ത് 2014 വരെയുള്ള ഒരു അവസ്ഥ റിസർവ് ബാങ്കിന്റെ കയ്യിൽ രാജ്യത്ത് എത്ര ലക്ഷം കോടി നോട്ടുകൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ഏതെല്ലാം ഡിനോമിനേഷനുള്ള നോട്ടുകൾ എത്ര എണ്ണമുണ്ട്, ഒരു കണക്കുമില്ലായിരുന്നു. പി ചിദംബരമായിരുന്നു അതിനു മുൻപ് നമ്മുടെ ധനകാര്യമന്ത്രി. അദ്ദേഹം നോട്ടിനുള്ള പേപ്പർ വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു കമ്പനിയിൽ നിന്നായിരുന്നു. കാരണം അത് ചെയ്യാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതേ കമ്പനിയാണ് പാകിസ്ഥാനിൽ നിന്ന്. ഇപ്പോൾ ഒരു രാജ്യം ഒരു നോട്ടിന് വേണ്ടി അഗ്രിമെന്റ് വെക്കുമ്പോൾ ആ കറൻസി നോട്ടുകൾക്ക് സെയിം ക്വാളിറ്റി GSM ഉണ്ടല്ലോ, അത് മറ്റൊരു രാജ്യത്തും കൊടുക്കാൻ പാടില്ല എന്ന് എഗ്രിമെന്റ് വെക്കാറുണ്ട്. പക്ഷേ ഇവർ പാകിസ്ഥാൻ അവരുടെ ഇന്റലിജൻസ് സംവിധാനം വെച്ച് നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിച്ചെന്ന് കണ്ടുപിടിച്ചു. അത് വലിയ കാര്യമൊന്നുമല്ല, കണ്ടുപിടിച്ചു. അവർ ഈ നോട്ടിനുള്ള പേപ്പർ ഇവിടെ വാങ്ങിച്ചിട്ട് അതേ ക്വാളിറ്റിയിൽ അവരവിടെ അച്ചടിച്ചു. അല്ലെങ്കിൽ തന്നെ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട്. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തല്ലേ. അതെ, അപ്പോൾ അങ്ങനെ അവർ അച്ചടിച്ചു. അത് വ്യാപകമായിട്ട് കൊണ്ടുവന്നു. അച്യുതാനന്ദൻ്റെ ഒരു പ്രസ്താവന ഓർക്കുന്നുണ്ടോ? കൊച്ചിയിൽ 2 കണ്ടെയ്നർ നോട്ടുകൾ വന്നു, അതെല്ലാം ഒരു പ്രത്യേക മതസമുദായത്തിന്റെ പേര് പറഞ്ഞ് അദ്ദേഹം ആരോപിച്ചു. അതെ, അപ്പൊ ആ കാലഘട്ടത്തിലെല്ലാം നടന്ന ഒരു സാധാരണ സംഭവമാണ്. അപ്പൊ ഈ അവസ്ഥയിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ താളം തെറ്റിക്കാനുള്ള ശ്രമത്തിൽ നിന്നാണ് ഈ 2016 നവംബർ 8 ഇങ്ങനെ ഒരു പ്രഖ്യാപനം കൊണ്ടുവന്നത്. ആ പ്രഖ്യാപനം കൊണ്ടുവന്നതിന് ശേഷം മറ്റൊരു കാര്യം ചെയ്തു. ഈ 1000-ന്റെ 500-ന്റെ നോട്ട് നിരോധിച്ചതിന് ശേഷം പിന്നെ ചെറിയ നോട്ടുകൾ വന്നു, 500 വന്നു, 2000 വന്നു, ഇങ്ങനെയാണ് നിന്നത്. എന്നാൽ 2000-ന്റെ നോട്ട് വന്നപ്പോൾ ഇതേ പ്രശ്നം വീണ്ടും വന്നു. അതായത് പാകിസ്ഥാൻ സെയിം പരിപാടി, സെയിം പേപ്പർ അവർക്ക് കിട്ടാനില്ല. അവരവരുടെ രാജ്യത്ത് തന്നെ പേപ്പർ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു, എന്നിട്ട് വിജയിച്ചില്ല. അപ്പോൾ മറ്റ് ചില രാജ്യങ്ങളിൽ നിന്ന് ഇത്തരം പേപ്പറുകൾ വാങ്ങിയിട്ട് ആ പേപ്പറുകൾ വെച്ച് ഫേക്ക് കറൻസി ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. അത് 2000-ന്റെ നോട്ടുകൾ അങ്ങനെ പരിശോധിച്ചപ്പോൾ, റിസർവ് ബാങ്ക് പരിശോധിച്ചപ്പോൾ 2000-ന്റെ നോട്ടുകളിലും വ്യാപകമായിട്ട് കള്ള നോട്ടുകൾ പ്രചരിപ്പിക്കുന്നതായിട്ട് കണ്ടെത്തുകയുണ്ടായി. അതേ തുടർന്നാണ് 2000-ന്റെ നോട്ട് പിൻവലിച്ചത്. 2000-ന്റെ നോട്ട് ഇപ്പോഴും റിസർവ് ബാങ്കിൽ കൊടുത്താൽ എടുക്കാവുന്ന സംവിധാനമുണ്ട്. അത് നിരോധിക്കുകയല്ല ചെയ്ത്, പിൻവലിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന 500-ന്റെ നോട്ടുകളാണ് ഏറ്റവും വലിയ ഡിനോമിനേഷനുള്ള നോട്ടെന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് പ്രവർത്തിച്ച അതേ ഒരു തന്ത്രത്തിലേക്ക് പാകിസ്ഥാൻ വീണ്ടും പോവുകയാണ്. അവർ സാമ്പത്തികമായിട്ട് ആകെ തകർന്ന് തരിപ്പണമായി. അമേരിക്കയുടെ സഹായത്തോടുകൂടി വേൾഡ് ബാങ്കിൻ്റെ ഫണ്ട് കിട്ടി അവർ കുറച്ച് മെച്ചപ്പെട്ട് വരികയാണ്. അതിലിപ്പോൾ അവർ ചെയ്യുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധം ചെയ്ത് ഇന്ത്യയെ തോൽപ്പിക്കാൻ പറ്റുകയില്ല. അപ്പം ഡി കമ്പനി എന്താണെന്ന് അറിയാമല്ലോ, ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആ കമ്പനി ഉപയോഗിച്ചുകൊണ്ട് അവർ വീണ്ടും ഇതേ പരിപാടിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതേ പരിപാടിയിലേക്ക് വന്നിരിക്കുമ്പോൾ അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് സെക്യൂരിറ്റി ത്രെഡ് അതേപോലെ തന്നെ, അതോടൊപ്പം തന്നെ വാട്ടർമാർക്ക് സെയിം തന്നെ, ഇന്ത്യ ഉണ്ടാക്കുന്ന അതേ ക്വാളിറ്റി പേപ്പറിൻ്റെ മറ്റൊരു പതിപ്പ് വാങ്ങിച്ചുകൊണ്ട് വ്യാപകമായിട്ട് അവർ ഈ കള്ള നോട്ടുകൾ അവിടെ പ്രിന്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ചെറുതായിട്ട് അതിൻ്റെ വ്യാപാരം മ്യാൻമാറിലൂടെയും ശ്രീലങ്കയിലൂടെയും
ഭൂട്ടാനിലൂടെയും നേപ്പാളിലൂടെയും. നേരത്തെ ഇത് ദുബായ് വഴിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ദുബൈയിൽ ഇപ്പോൾ പരിശോധന വളരെയേറെ കർശനമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാനും ദുബായുമായിട്ടുള്ള ബന്ധത്തിലും ചെറിയ വിള്ളലുകളുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ആ രീതിയിൽ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരിങ്ങോട്ട് ഇതിൻ്റെ പരിപാടി ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഏറ്റവും രസകരമായ വസ്തുത എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പ്രത്യേകമായി ഇൻട്രസ്റ്റ് ഉണ്ട്. അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ഇതിന് ഫണ്ട് ചെയ്യുന്നുണ്ട്. അതായത് അതുകൊണ്ട് നമ്മുടെ ക്വാളിറ്റിയോട് പിടിക്കുന്ന 99.9% കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. ഓൾറെഡി ചൈനയ്ക്കും ഇതേ താല്പര്യമുണ്ട്. നമ്മൾ കേൾക്കുന്നൊരു വാർത്തയിൽ ഒരു സന്ദർഭത്തിൽ കേട്ടത് ചൈന ഇവർക്ക് ഇന്ത്യയുടെ നിലവിലുള്ള കറൻസിക്ക് സമാനമായ നോട്ട് അവരുടെ രാജ്യത്ത് ഉണ്ടാക്കിയിട്ട് പാകിസ്ഥാന് കൊടുക്കുന്നെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ 3 രാജ്യങ്ങളുടെ താല്പര്യമാണ് പാകിസ്ഥാന്റെയും ചൈനയുടെയും ഇന്ത്യയുടെയും അമേരിക്കയുടെയും. ആ താല്പര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വളർച്ചയെ തടയുക. സാമ്പത്തികമായി നമ്മൾ വളരെ ഉയർന്ന നിലയിലേക്ക് പോകുന്ന നമ്മളിപ്പോൾ ഡിജിറ്റൽ പേയ്മെന്റിനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ പേയ്മെന്റ് നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത കള്ളനോട്ട് ഫേക്ക് കറൻസിയുടെ പരിപാടി അതിൽ നടക്കുകയില്ല. അപ്പോൾ എന്നാൽ നമുക്ക് പൂർണ്ണമായിട്ട് കറൻസി ഒഴിവാക്കാൻ പറ്റുകയില്ല. ഇതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി. കർണാടകയിൽ കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ നോട്ട് സ്വീകരിക്കും, ഡിജിറ്റൽ പേയ്മെന്റ് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞത് എഴുതി വെച്ചിട്ടുണ്ട് ചിലയിടങ്ങളിൽ. അതെ, എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബ്ലാക്ക് മണി സ്വരൂപിക്കാൻ വേണ്ടിയായിരുന്നു, അക്കൗണ്ടബിൾ അല്ലാത്ത രീതിയിലുള്ള പണം. പക്ഷെ അത് പൊളിഞ്ഞു. കർണാടകയിലൊക്കെ ആൾക്കാർ കച്ചവടക്കാരോട് പറഞ്ഞു നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്തേക്ക് പോയപ്പോൾ പിന്നെ ഇവർക്ക് സ്വീകരിക്കേണ്ടി വന്നു. കാരണം ആൾക്കാർ ഇപ്പൊ ഈസി ആയിട്ട് ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് പോയിട്ടുണ്ട്. അതാണ് KSRTC ഒക്കെ അങ്ങനെയാക്കി. പണ്ട് നേരത്തെ KSRTC-യിലൊക്കെ കയറുമ്പോഴാണ് നമുക്ക് ഈ കയ്യില് സാധാരണക്കാർക്കൊക്കെ കയ്യിൽ പൈസ വേണ്ടതെന്നുള്ളത്. ഇപ്പൊ KSRTC കാർഡ് ഇറക്കിയത് കൊണ്ട് അതിലും ഒരു ഇത് വന്നു. പക്ഷെ ഈ എന്താ പറയുക, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനായി, അതായത് ഇന്ത്യ ഇവരൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വളർച്ച നേടുന്നു എന്നുള്ള ഭയമാണ് ചൈനയ്ക്ക്. പിന്നെ പണ്ടേ അസൂയുണ്ടല്ലോ, ചൈന ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇപ്പൊ ട്രംപിനുമുണ്ട്. കാരണം ട്രംപിന്റെ മുന്നിൽ മുട്ടുമടക്കാത്ത, നട്ടല് വളയ്ക്കാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിലുള്ളത്. ട്രംപിന്റെ എല്ലാ മോഹങ്ങളും അസ്തമിച്ചു പോയി. സ്വാഭാവികമായിട്ടും ജോർജ് സോറസ് ഒക്കെ കാലാകാലങ്ങളായി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സർക്കാരിനെ തിരഞ്ഞെടുപ്പിലൂടെ അട്ടിമറിക്കാൻ ശ്രമിച്ചു, രാഹുൽ ഗാന്ധിയെ വെച്ച് അട്ടിമറിക്കാൻ ശ്രമിച്ചു, പല രീതിയിൽ ശ്രമം നടത്തിയിട്ടും സർക്കാർ അതേപോലെ ഉറച്ചു നിൽക്കുകയാണ്. ഇനി അടുത്ത് എന്ത് ചെയ്യാം എന്ന് നോക്കിയപ്പോഴാണ് ഈ താരിഫൊക്കെ ഉയർത്തിയിട്ടും ഇന്ത്യയുടെ GDP-യിൽ മാറ്റം ഒന്നും സംഭവിച്ചില്ല, വലിയ കുറവൊന്നും സംഭവിച്ചില്ല. അപ്പൊ നോക്കുമ്പോ ഇനി ഇന്ത്യയെ തകർക്കാൻ ഇങ്ങനെ ഒരു മാർഗം എന്ന് കരുതിയിരിക്കുമ്പോൾ ഇന്ത്യ അടുത്ത പണി അവർക്ക് കൊടുക്കും. അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ കൂടെ ഓർക്കണം. ഒന്നെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വരും നോട്ട് നിരോധനം, അല്ലെങ്കിൽ ഇലക്ഷന് ശേഷം ഇത് ചെയ്യാൻ പറ്റൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പൊ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഗവൺമെന്റിന് നയപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗവൺമെന്റ് ഇക്കാര്യം സജീവമായിട്ട് പരിഗണിക്കുന്നുണ്ട്. 500-ന്റെ നോട്ടാണ് നിരോധനത്തിന്റെ പരിഗണനയിൽ നിലവിലുള്ളത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 500-ന്റെ നോട്ടാണ് സൈസ് ചെറുതായിട്ടുള്ളതും അതേപോലെ തന്നെ മൂല്യം കൂടുതലായിട്ടുള്ളത്. ഒരു നോട്ട് 500-ന്റെ നോട്ട് നിർമ്മിക്കുന്നതിന് നമുക്ക് ഏകദേശം 30 പൈസയോളം ചിലവുണ്ട് എന്നാണ്. അത് ബൾക്കായിട്ട് നിർമ്മിക്കുമ്പോൾ 30 പൈസയോളം ചിലവുണ്ടെന്ന് ആണ് പറയപ്പെടുന്നത്. പക്ഷേ ആ നോട്ടിന്റെ പേപ്പറിന്റെ ക്വാളിറ്റി, അതിന്റെ ഇങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വിറ്റ്സർലൻഡിൽ നിന്നായിരുന്നു ഇറക്കി. അതിന്റെ പേര് ഇൻഡാഗ്ലിയോ ഇങ്ക് എന്നാണ്. ഇൻഡാഗ്ലിയോ ഇങ്ക് അതാണ്. അത് മൾട്ടി കളർ ആണല്ലോ. അപ്പോൾ ഇപ്പൊ നമ്മളിപ്പോൾ ഇത് ആഭ്യന്തരമായിട്ടും ഈ ഇങ്ക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 90 GSM ആണ് ഇതിന്റെ ഒരു നോട്ടിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അത്ര നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള സംഭവത്തിലാണ് ഇത് അച്ചടിക്കുന്നത് ആണ്. അപ്പൊ അത്രയും നല്ല നോട്ടിന് അച്ചടിക്കുന്ന അത്രയും നല്ല പേപ്പറുകൾ മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കുന്നുള്ളതാണ്. 110 മൈക്രോൺ ആണ്. 110 മൈക്രോൺ എന്ന് പറയുമ്പോൾ അറിയാവോ അതിന്റെ തിക്നെസ്? അതാണ് ഇതിന്റെ ഈ സാധനം. അപ്പൊ ഇത് നിർമ്മിക്കുന്നതിന് നമുക്ക് 30 പൈസയോളം ചിലവുള്ള ഈ സാധനം 30 പൈസക്ക് പാകിസ്ഥാൻ ആവറേജ് അവരുടെ 30 പൈസക്ക് നിർമ്മിച്ചാൽ 500-ന്റെ നോട്ടായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് ഇവിടെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഹൈജാക്ക് ചെയ്യാൻ അവർക്ക് പറ്റുകയും അതോടൊപ്പം തന്നെ ഈ ഫണ്ടമെന്റലിസ്റ്റുകളെ, തീവ്രവാദികൾക്ക് ഫണ്ടിങ് കൊടുക്കുവാനായിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. തന്നെയുമല്ല, ഈ നോട്ടിന് ഏറ്റവും വലിയൊരു തലവേദന എന്ന് പറയുന്നത് ഇത് ബാങ്കിൽ ചെന്നാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ബാങ്കിൽ ചെന്നാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാകുമ്പോൾ ഈ പണം
വൈറ്റ് മണി ആക്കാനായിട്ട് എളുപ്പമാണ്. ഡിജിറ്റൽ പേയ്മെന്റിലൂടെ ഭീകര ശൃംഖലകളിലേക്ക് പണം എത്തിക്കുവാനായിട്ട് പിന്നെ വളരെ എളുപ്പം, വളരെ അനായാസം സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മളിത് നിരോധിക്കാനായിട്ട് സജീവമായിട്ട് ധനകാര്യ മന്ത്രാലയം ശുപാർശ. പക്ഷേ നിരോധിക്കുന്നതിന് മുമ്പ് ഗവൺമെന്റിന് നിരവധിയായ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഒന്ന്, ഇതിന്റെ നേരത്തെ ഉണ്ടായ സാമൂഹ്യ ആഘാതം എന്ന് പെരുപ്പിച്ച് കാണിക്കുന്ന അതേ പ്രശ്നം ഒരു ഇലക്ഷനിൽ എങ്ങനെ ബാധിക്കും എന്നത് നോക്കേണ്ടതുണ്ട്. പിന്നെ 2000-ന്റെ നോട്ട് നമ്മൾ പിൻവലിച്ചപ്പോൾ വലിയ പ്രശ്നം വന്നില്ല. അപ്പോൾ നിരോധിക്കണോ പിൻവലിക്കണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു നിരോധിച്ചാൽ മതിയോ അതോ പിൻവലിച്ചാൽ മതിയോ എന്നൊരു കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും ഈ നോട്ട് നിരോധനം ഉടൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിന്റെ കാരണം ഈ പറയുന്ന 3 രാഷ്ട്രങ്ങളാണ്. എന്തായാലും 500 രൂപ നോട്ടുകൾ കൂടുതലുള്ളവർ, കുറച്ചുള്ളവരോടല്ല കൂടുതലുള്ളവർ ജാഗ്രത.